നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും. ശ്രീരാമന് വിധിച്ച വനവാസം എന്തുകൊണ്ടാണ് 14 വർഷമായത്? അതുപോലെ തന്നെ ശ്രീരാമനെ സീതാദേവി പിന്തുടർന്ന പോലെ എന്തുകൊണ്ട് ഊർമിള ലക്ഷ്മണനെ വനത്തിലേക്ക് പിന്തുടർന്നില്ല? ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് രാവണപുത്രനായ ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ മേഘനാഥനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം മേഘനാഥന് ഒരു അപൂർവ വരം ലഭിച്ചിരുന്നു. മേഘനാഥന് ലഭിച്ച വരപ്രകാരം സത്യബ്രഹ്മചാരിയും നിത്യനിരാഹാരനും അതുപോലെ നിത്യനിർനിദ്രനും, അതായത് ഉറങ്ങാത്തവനും, 14 വർഷം ദൃഢനിഷ്ഠയിൽ ഇതൊക്കെ കൂടി കഴിഞ്ഞുകൂടിയ ഒരാൾക്കെയാണ് ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. വനത്തിൽ കഴിഞ്ഞിരുന്ന ആ 14 വർഷവും ലക്ഷ്മണൻ ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല. രാത്രിയിൽ കാവൽ നിൽക്കുന്നതുകൊണ്ട് ഉറങ്ങിയിരുന്നുമില്ല. ബ്രഹ്മചര്യം പാലിക്കേണ്ടിയിരുന്നുകൊണ്ട് ഊർമിളയെ വനത്തിലേക്ക് കൂടെ കൂട്ടിയതുമില്ല. 14 വർഷം തന്നെ തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൈകേയിയെ കൊണ്ട് 14 വർഷത്തെ വനവാസവും വിധിപ്പിച്ചത്. ഇതെല്ലാം ഒത്തുചേർന്നതുകൊണ്ടാണ് ലക്ഷ്മണന് ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിച്ചത്.